നമസ്കാരം, ഞാൻ പ്രശാന്ത്. നന്ദി തമിഴിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ചെടി എന്ന് പറയുന്നത് നീരാരൽ എന്നാണ് കേട്ടോ. ഇതിൻ്റെ പേര് നീർക്കുടവൻ, നീരാരൽ, നീർവള്ളി, അങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടും. പുഴയോരത്തും അതുപോലെ തന്നെ ഒഴിഞ്ഞ പറമ്പുകളിലും, നീർവാർച്ചയുള്ള ഒഴിഞ്ഞ പറമ്പുകളിലും വയലിലും തോട്ടിലും എല്ലാം നമുക്ക് ഈ ഒരു ചെടിയെ കാണാൻ പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വേരും അതുപോലെ തന്നെ തണ്ടും ഇലയും സമൂലമായിട്ടും, അതായത് മൊത്തത്തിലും ഔഷധയോഗ്യമായിട്ടുള്ള ഒരു ചെടി തന്നെയാണ് നീരാരൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുളിയാറിലയുമായിട്ട് സാമ്യമുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ നീരാരൽ എന്ന് പറയുന്നത്. പക്ഷേ പുളിയാറിലേക്ക് പുളിയുണ്ട്, പക്ഷേ ഇതിന് പുളി വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ പുളിയാറിലേക്ക് 6 ഇല വരും, ഇതിന് 4 ഇലയേ ഉള്ളൂ. അതാണ് മറ്റൊരു വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ നീരാരൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീർക്കുടവൻ എന്നൊക്കെ പറയുന്നത്. പ്രാദേശിക രീതിയിൽ പറയുകയാണെങ്കിൽ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുമെങ്കിലും നീരാരൽ എന്നാണ് ഒരു കോമൺ നെയിമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലായിടത്തും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് നീരാരലാണ്. ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള ഔഷധ ഗുണമാണ് കേട്ടോ നമ്മുടെ നീരാരലിനുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാമത്തെ ഉണർത്താൻ, ഇപ്പോൾ നമ്മുടെ സെക്സ് ഹോർമോൺ പ്രൊഡക്ഷൻ കൂട്ടാനും നമ്മുടെ കാമ അവസ്ഥ കുറച്ചുകൂടെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ചെടി വളരെയധികം പ്രയോജനമാണ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സമൂലമായിട്ടോ അല്ലെങ്കിൽ തണ്ടോട് കൂടിയോ ഇല മാത്രമായിട്ടോ എടുക്കുക, കുറച്ച് വേണം കേട്ടോ നമുക്ക്. അതിന് ശേഷം ഇതിനെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലെടുക്കുക. അങ്ങനെ പേസ്റ്റ് രൂപത്തിലെടുത്തതിന് ശേഷം നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്നത് നമ്മുടെ കാമത്തെ കുറച്ചും കൂടെ നന്നായിട്ട് ഉണർത്തി കൊണ്ടുവരാനായിട്ട് ഉള്ള കഴിവ്, നാച്ചുറലായിട്ടുള്ള കഴിവ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഹ്മചാരികളുടെ ശത്രു എന്നാണ് ഈ ചെടിയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇങ്ങനെ കാമത്തെ ഉണർത്തുന്നത് കൊണ്ടിട്ട് ഈ ഒരു ചെടി അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രഹ്മചാരികളെ കാമം ഉണർത്തുന്നത് കൊണ്ടിട്ട് ബ്രഹ്മചാരികളുടെ ശത്രു എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കഴിവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് വരുന്ന അസ്ഥിസ്രാവം, അതുപോലെ അസ്ഥിസ്രാവം എന്ന് പറഞ്ഞാൽ അസ്ഥി ഉരുക്കം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വരുന്ന സ്തനത്തിലെ പാടുകൾക്കും തടിപ്പുകൾക്കും ഒക്കെ ഉള്ളൊരു ഒറ്റമൂലിയായിട്ടും ഇതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളിലെ മൂത്രനാളിയിൽ അല്ലെങ്കിൽ അവരുടെ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്കും ഒരു അത്യപൂർവമായിട്ടുള്ള ഒറ്റമൂലിയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ച്, അതായത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചുരുട്ടിയെടുക്കുക. അങ്ങനെ അരച്ചുരുട്ടിയെടുത്തതിന് ശേഷം പാലിൽ കാച്ചി സേവിക്കുന്നത്, അതായത് നമ്മൾ തിളപ്പിച്ച് പാലിനകത്ത് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് അങ്ങനെ കാച്ചി ഒഴിച്ച് സേവിക്കുന്നത് അസ്ഥിസ്രാവത്തിനും അതുപോലെ തന്നെ ഈ സ്തനത്തിലെ തടിപ്പുകൾക്കും അതുപോലെ ഈ മൂത്രത്തിൽ വരുന്ന മൂത്രത്തി പഴുപ്പ്, സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രത്തി പഴുപ്പ്, യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ അവസ്ഥയ്ക്കും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ്. നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ മാത്രമല്ല ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്, നമുക്ക് തോരൻ വെച്ചും കഴിക്കാവുന്ന ഒരു ചെടി തന്നെയാണ്. അതായത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ തോരനൊക്കെ വെക്കില്ല, പയറൊക്കെ തോരൻ വെക്കുന്നത് പോലെ തന്നെ തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ നീരാരൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്മുടെ അക്വേറിയത്തിനകത്തും, ഇപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ചെറിയ അക്വേറിയം ഉണ്ടാവും, ആ അക്വേറിയത്തിനകത്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ നീരാരൽ എന്ന് പറയുന്നത്. നമ്മുടെ കുടങ്ങലൊക്കെ വളരുന്ന പോലെ പടർന്നിട്ടാണ് ഇത് വളരുന്നത്, വെള്ളത്തിലും പടരാറുണ്ട്. അപ്പോൾ അങ്ങനെ പടർത്തി വളർത്തുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഓക്സിജൻ്റെ ലെവൽ കുറച്ചുകൂടെ അധികരിക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തോരനാക്കിയോ ഒക്കെ കഴിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. വളരെ ചെറിയ രീതിയിൽ നമുക്കൊരു കൃഷി എന്നുള്ള രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യത്തിനുള്ള മരുന്നുകൾ, ഇതുപോലെയുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഒറ്റമൂലി പ്രയോഗത്തിനും ഒക്കെ ആയിട്ടും നമുക്കിതിനെ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യാനുസരണത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പറമ്പിലേക്ക് ഓടേണ്ട ആവശ്യവുമില്ല. നമ്മുടെ വെള്ളത്തിനകത്ത് ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വെള്ളത്തെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്ത് നിർത്താനും ഉള്ള ശേഷി ഈ ചെടിക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചെടിയുടെ കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്കിത് ഇങ്ങനെ മാത്രമല്ല തേനിനകത്തും ചേർത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ തേന് ചേർത്ത് കഴിക്കുന്നത് സെയിം ഗുണമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ദോഷം ഉണ്ടാക്കുന്നുണ്ട്, മലബന്ധത്തെ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമായിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യിൽ തന്നെ ഇങ്ങനെ സേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും കേമം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും സൈനിങ് ഔട്ട്.